ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ഓഫറാണ്. ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ആദ്യം നിങ്ങളോടുണ്ടായിരുന്ന അതേ സ്നേഹവും താല്പര്യവും ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടോ? ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ധാരാളം പ്രശ്നങ്ങളും അതുപോലെ സന്തോഷങ്ങളും എല്ലാ കാര്യവും നടന്നിട്ടുണ്ടാകാം. കാരണം എല്ലാ തരത്തിലുള്ള ഫീലിങ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടാകാം, ക്രഷ് ഉണ്ടായിട്ടുണ്ടാകാം, അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഏതൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയും സന്തോഷവും നൽകിയിട്ടുള്ള കണക്ഷൻ നിങ്ങളായിട്ടുള്ളതാണ് എന്ന് പറയാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. കാരണം അങ്ങനെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. കാരണം വേറൊന്നും ആയിട്ടല്ല, ഈ വ്യക്തിക്ക് അത്രയും നിങ്ങളോട് വളരെ സ്നേഹം തന്നെയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ പറയുകയാണെങ്കിൽ ഈ പേഴ്സണ് ഒരു അംഗീകാരം ലഭിച്ചതുപോലെയുള്ള ഒരു കണക്ഷനാണ്. അതായത് ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എല്ലാം കൊണ്ടും വളരെയധികം പൊരുത്തമുള്ള ആൾക്കാരായിരിക്കാം. അത് ജാതകപ്രകാരം പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് മേഖല എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നുണ്ടാകാം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഓക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒന്നിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. നമുക്കിവിടെ തീർത്തും ഒരു കാർമിക് സൈക്കിളിനെ കാണിക്കുന്നുണ്ട്. കാർമിക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. അത് എല്ലാവരും കാർമിക് കണക്ഷൻ ആണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇതിൽ സോൾമേറ്റും ട്വിൻ ഫ്ലെയിമും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിലൂടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്, ഇതൊരു കർമ്മങ്ങൾ ഒരുപാട് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരു കർമ്മബന്ധം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ അതെന്തുകൊണ്ടും പോസിറ്റീവായി തീരും, സന്തോഷമായി തീരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ പലതരത്തിലുള്ളത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും തേർഡ് പാർട്ടി അകറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള കർമ്മങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു കർമ്മങ്ങൾ അത് പാസ്റ്റ് ലൈഫിൽ നിന്നും പലവർക്കും പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള കർമ്മമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കർമ്മം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ്, ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഈ പേഴ്സണും തമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾക്കും കൃത്യമായിട്ട് ഒരു ഉത്തരം തരാനായിട്ട് പറ്റൂല. കാരണം അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഇവിടെ പലതരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ വ്യക്തിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് ഈ വ്യക്തിയോടും യാതൊരു തരത്തിലുള്ള സ്നേഹവും ഇല്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നേഹമുണ്ട്, പക്ഷെ ഉണ്ടെങ്കിൽ പോലും അത് മര്യാദക്ക് പ്രകടിപ്പിക്കാനോ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ തീർത്തും നിങ്ങളുടെ ഈ ഒരു ബന്ധം അത് പലവരുടെയും മുന്നിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ
നിങ്ങളെ കൊണ്ട് സാധിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ, അതായത് അവതരിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരവസരം ലഭിക്കും. ആ അവസരം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ എതിർക്കുന്നവരുണ്ടാകാം. കാരണം നിങ്ങൾ രണ്ടുപേരും അത്രയും നല്ല ഒരു പ്രണയിതാക്കളായിട്ട് പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷനെ വെറുക്കുന്നവരുണ്ടാകാം, തടസ്സപ്പെടുത്തുന്നവരുണ്ടാകാം. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ചില കർമ്മങ്ങൾ നിങ്ങൾക്കിടയിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ അത് കംപ്ലീറ്റ് ആവേണ്ട ആവശ്യകതയുണ്ട്. അതാണ് യൂണിവേഴ്സലിന്റെ പലതരത്തിലുള്ള ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ബാലൻസിലേക്ക് എത്തി വരണം. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷെ അതിലേക്കൊന്നും വീണു പോകരുത്, അതിൽ പരാജയപ്പെട്ടു പോകരുത്. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഈ വ്യക്തിക്ക് ആദ്യമേ ഉണ്ടായിരുന്ന അതേ സ്നേഹവും കാര്യങ്ങളും ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. പക്ഷെ ഇവിടെ സിറ്റുവേഷൻസ് കുറച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപക്ഷെ മാറി നിൽക്കുന്നുണ്ടാകാം, സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം. അതുപോലെ നിങ്ങളും ഈ വ്യക്തിയും അറിയാത്ത പല രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എന്താ പറയാ, നിങ്ങൾക്കിടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങൾ എന്ത് പ്രശ്നത്തെ കുറിച്ചാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളും മൺമറഞ്ഞ് കിടക്കുന്നുണ്ട്. അതായത് ഒരു മറവ്, ഒരു രഹസ്യമായിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു രഹസ്യം പുറത്തേക്ക് വന്ന് പരസ്യമാകേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ പലതും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ കണ്ണുകൾ മൂടപ്പെട്ട ഒരവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പല സിറ്റുവേഷനിലും നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. കാരണം പ്രതികരിക്കാനും പറ്റുന്നില്ല, എതിർക്കാനും പറ്റുന്നില്ല, അഭിപ്രായം പറയാനും പറ്റുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അപ്പൊ ഇത് കൂടുതലും ആ ഒരു കാർമിക് സംബന്ധമായിട്ടുള്ള കർമ്മ സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് വന്നുപെട്ടിട്ടുള്ളത്. ആ ഒരു സൈക്കിള് തീരുന്നതോടുകൂടി നിങ്ങളുടെ പല പ്രശ്നത്തിനുള്ള പരിഹാരവും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വ്യക്തിക്ക് ആദ്യം ഉണ്ടായിരുന്ന അതേ സ്നേഹവും കാര്യങ്ങളും നിങ്ങളോടുണ്ട്. പക്ഷെ സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിയെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വേണ്ടപ്പെട്ടവരിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ സ്വന്തം വീട്ടിൽ പോലും ഈ വ്യക്തി ഉണ്ടാവില്ലായിരിക്കാം. സ്വന്തം അച്ഛനോടും അമ്മനോടും പോലും മിണ്ടുന്നുണ്ടാവില്ലായിരിക്കാം. കാരണം പല പ്രശ്നങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാഹചര്യം അത്രയും ഒരു പോസിറ്റീവായിട്ടല്ല കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു പോസിറ്റീവ് വൈബിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡ് അങ്ങനെ തന്നെ തുടരും. പക്ഷെ അതൊരിക്കലും ഒരു നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല സത്യങ്ങളും പുറത്തേക്ക് വരാനും കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തത വരാനും ഈ ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. ഓക്കെ, അതുപോലെ ഈ പേഴ്സൺ നന്നായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ ഹാപ്പി ഒന്നുമല്ല, ഒറ്റപ്പെട്ട് നടക്കുകയാണ്. പക്ഷെ ആ ഒരു കാർമിക് എൻഡ് ആവുന്നത് വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊരു പ്രപഞ്ച നിയമമാണ്. അതിനെ മാറ്റി പറയാനോ നീക്കിക്കളയാനോ ആരെക്കൊണ്ട് സാധിക്കില്ല. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.